എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എഫ് ഗെയിമിൻ്റെ പുതിയൊരു നല്ലൊരു വീഡിയോക്ക് സ്വാഗതം ഗൈസ്. വീട്ടിലേക്ക് പോണ മുമ്പ് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ശുഭദിനം. പിന്നെ എല്ലാവരോടും ഒരു കാര്യം പറയാണ്ട്, അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് അടിച്ച് കയറി വാ ഗൈസ്. നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഓക്കെ, സെറ്റായിട്ടുണ്ട്. ഓക്കെ, സെറ്റ്. അവിടെയോ ഗൈസ് ഒരു പശു നിൽക്കുന്നുണ്ടല്ലോ, അത് അമ്മിണിക്കുട്ടി, അതുകൂടെ. അപ്പോൾ നമ്മൾ നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. ആ പശുവിന് നമുക്കൊരു കാര്യമുണ്ട് ഗൈസ്, നമ്മുടെ ബേസൊക്കെ ഇത്തിരി പ്രോഗ്രസ് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് പറയാണ്ട്. പിന്നെ നമുക്ക് ഇത്തിരി ഫുഡൊക്കെ കിട്ടി ഗൈസ്. കണ്ട അവിടെ മരം നിൽക്കുന്ന കാണാം. ഫുഡ് നമുക്ക് എവിടെ കിട്ടിയെന്ന് വെച്ചത് ആ ഏരിയ കണ്ട് ഗൈസ്. ആ ഏരിയ അവിടേക്ക് നമ്മൾ ഇത്തിരി ദൂരം നമ്മൾ ട്രാവൽ ചെയ്തു ഗൈസ്. പക്ഷെ നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, മറന്നുപോയി. അതൊരിക്കലും കള്ളാണ്. പക്ഷെ നമ്മൾ പോയിണ്ടായിരുന്നു ഗൈസ്. അവിടെ നിന്ന് നമുക്ക് ഒരു ഐലൻഡ് ആകെ ഒരു മരം ഉണ്ടായിരുന്നു, അത് നമ്മൾ വെട്ടിയിട്ട് നമുക്ക് ഇത് സാപ്ലിങ് കിട്ടി. അത് നമ്മൾ ഇവിടെ കൊണ്ട് വെച്ചിട്ടാണ് ഗൈസ് നമുക്ക് സെറ്റ് ചെയ്ത്. നമുക്ക് സ്റ്റിക്കൊക്കെ നല്ല മരം സാപ്ലിങ്ങൊക്കെ നല്ലപോലെ കിട്ടുന്നുണ്ട് ഗൈസ്. നമ്മൾ ആദ്യം നല്ല സെറ്റാണ് ഗൈസ്. നമുക്ക് ഫുഡിൻ്റെ ഇപ്പോൾ ക്ഷാമമൊന്നുമില്ല. പിന്നെ നമുക്ക് ചെറിയൊരു ഫാമൊക്കെ തുടങ്ങണം എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. അപ്പോൾ നമ്മൾ സെറ്റുണ്ട് ഗൈസ്. ഇതൊക്കെയാണ് നമുക്ക് ഫുഡ് കിട്ടേണ്ട ഒരു സോഴ്സ്. പിന്നെ അടുത്ത നമ്മുടെ ക്യാമ്പിൽ തങ്കപ്പനെ ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് തങ്കപ്പൻ്റെ മേത്ത് കയറിയേക്കാം. തങ്കപ്പ അപ്പോൾ സ്പീഡിൽ സാഡിൽ വേണമല്ലോ അതിൻ്റെ മേത്തിരിക്കാൻ. ഞാൻ ഇറങ്ങിയേ, കയറി താകിർതാളം കണ്ട താകിർതാളം കണ്ട താകിർതാളം പതുക്കാണല്ലോ പോണ, സ്പീഡിൽ പോടാ തങ്കപ്പ. നീ തങ്കപ്പനല്ലടാ, പൊന്നപ്പൻ അല്ലേ. മതി, നീ എൻ്റെ പുറത്ത് കളിച്ച് മതി. ഇറങ്ങ്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കണം ഗൈസ്. പിന്നെ നമ്മൾ ഇവിടുത്തെ ചെറിയൊരു മൈനിങ് ഏരിയ അല്ല, നമ്മൾ വെറുതെ സ്റ്റോൺ മറ്റേ മൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ചെറിയൊരു ഏരിയ ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ അത്ര നോക്കൊന്നും വേണ്ട, വെറുതെ ഇരിക്കട്ടെ. എനിക്ക് സ്റ്റോണൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒന്ന് അവിടെ എടുക്കാം. പക്ഷെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് മൈനിങ് ഏരിയയുടെ ലക്ഷം പരിപാടിയൊക്കെ ഉണ്ട് ഗൈസ്. അതിന് മുമ്പ് ഞാൻ ഒരു സൂത്രം കാണിച്ചു തരാം. നമ്മൾ നേരത്തെ അമ്മിണിക്കുട്ടീനെ കണ്ടില്ലേ, അതുപോലത്തെ 2 അമ്മിണിക്കുട്ടീനെ നമ്മൾ ഇവിടെ കൊണ്ട് ഇരുത്തിയിരുന്നു. നമ്മൾ ഇത്തിരി വീറ്റെടുത്തിട്ട് കൊണ്ട് ടൈം ചെയ്ത് ഇത്ര എണ്ണങ്ങൾക്ക് പിന്നെ കുറേ കുട്ടികളൊക്കെ ഉണ്ട് കാണിച്ചിട്ട് ഇതുപോലെ നമ്മൾ കൊടുത്തിട്ട് കണ്ട 2 പേർക്ക് ഇതുപോലെ കൊടുത്ത് നമ്മൾ കുറേ ഉണ്ടാക്കി ഗൈസ്. നിങ്ങൾക്ക് എല്ലാവരും അറിയുന്നതായിരിക്കും. കുറേ പശുവിനെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ സീനോ ഇല്ല. പിന്നെ അവിടെ റാബിറ്റിനൊക്കെ നമ്മൾ കൊന്നു ഗൈസ്. പിന്നെ വേറൊരു പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ പിന്നെ ആ കൃഷിയുടെ കണ്ട ഗൈസ്, അത് നമ്മൾ ഉണ്ടാക്കി ഗൈസ്. നമുക്ക് അത് ഫുഡ് കിട്ടിയപ്പനെ നമുക്ക് ഇത്രയും ലൂട്ട് ഗൈസ്, നമുക്ക് ഇത്രയും ലൂട്ട് കിട്ടി ഗൈസ്. ബോണൊക്കെ കിട്ടിയ സ്കെലിറ്റിനെ കൊന്നിട്ടൊക്കെയാണ് ഗൈസ് ഇത്രയും ലൂട്ട് കിട്ടി. പിന്നെ നമുക്ക് നമ്മുടെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ മൈനിങ് ഏരിയ. പിന്നെ സ്റ്റിക്കാണ് നമ്മളിത് ഫ്യൂലായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് ഗൈസ്. നമുക്ക് റാബിറ്റിനൊക്കെ തല്ലിക്കൊന്ന് കുറേ ഫുഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മെയിൻലി സ്റ്റിക്കായിട്ടാണ് ഇവിടെ, സ്റ്റിക്ക് കുറേ കിട്ടുമല്ലോ ഡെസേർട്ടിൽ, അതുകൊണ്ട് അതാണ് നമ്മളിപ്പോൾ മെയിൻലി ഇത് കോളായിട്ട് യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കുഴപ്പമില്ല. നമുക്കിന്ന് മൈനിങ് ഏരിയ സെറ്റാക്കണം ഗൈസ്. നമുക്കൊരു മൈനിങ് ഏരിയ വേണം. അതിന് മുമ്പ് രാത്രിയല്ലോ കോപ്പ് കഴിഞ്ഞ് കിടന്ന് ഉറങ്ങണം. എന്ത് വിദ്യയാണ് ഗൈസ്. നമ്മൾ പറയുമ്പോഴേക്ക് രാത്രി നല്ല ലക്ഷണമാണ് ഗൈസ്. ഒരു പണിയിൽ ഇറങ്ങണ മുമ്പ് നല്ലൊരു ലക്ഷണമല്ലേ, രാത്രി നല്ല ലക്ഷണമാണ് ഗൈസ്. സൂര്യനടിക്ക് താഴ്ന്നങ്ങോട്ട് വരുന്ന വരവ് കണ്ടാൽ മതി. കണ്ടാന്നില്ല ഉറങ്ങാൻ പറ്റും. മോൺസ്റ്റേഴ്സ് അതിൻ്റെ ആരും കാണാനില്ലല്ലോ. ഈ വില്ലേജിൻ്റെ മോൺസ്റ്ററാണോ വീടിൻ്റെ ഉള്ളിൽ ഇറങ്ങി സേഫ് ആയതുകൊണ്ട് പുറത്ത് ഇവിടെയും പറ്റണല്ലേ. അതില്ലല്ലോ പുറത്ത് ആരില്ല. കിടക്ക്. ഓക്കെ, സെറ്റ് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. സെറ്റാണ് നമ്മൾ. ഓക്കെ, രാവിലെ ആയിരിക്കും സുഹൃത്തുക്കളെ. ഇറങ്ങി വെച്ചാൽ നമുക്ക് പണിയൊക്കെ മൈനിങ്ങേരിയുടെ പണിയുള്ള ഇറങ്ങ് ഈവനെന്ത് കാട്ടും. ഓക്കെ, നമ്മളത് ഇറങ്ങി സെറ്റായിട്ടുണ്ട് ഗൈസ്. നമുക്കിനി പുറത്ത് ഈ വീട്ടിൽ വിചാരിക്കുക നമ്മൾ സെറ്റാക്കിയാണ് ഗൈസ്. ഈ വില്ലേജ് നമുക്ക് എപ്പോഴും അവിടെ ചെയ്യുന്നുണ്ട്. മൈനിങ് ഏരിയ ചെയ്യാൻ വേണ്ടി നമുക്ക് 3 പിക്കാസ് വേണം ഗൈസ്. 3 സ്റ്റോണൊക്കെ ഉണ്ട് നമ്മൾ സെറ്റ്. ഒരെണ്ണമുണ്ട് സോഡ് ഉണ്ട്. സെറ്റ് 3 പിക്കാസ് സെറ്റ് ആയിട്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇത്ര സാധനങ്ങൾ മതിയായിരിക്കും. നമുക്ക് മൈനിങ് ഏരിയയുടെ സ്ഥലം കണ്ടുപിടിക്കാൻ പോകണം ഗൈസ്. അത് അടുത്തൊരു വലിയൊരു പണിയാണ്. എവിടെയാണ് മൈനിങ് ഏരിയ ഉണ്ടാക്കണേന്ന് നമുക്കറിയില്ല. നല്ലൊരു സ്ഥലം തന്നെ കണ്ടുപിടിക്കണം മൈനിങ് ഏരിയയ്ക്ക് വേണ്ടി. കണ്ടുപിടിക്കാൻ ഞാൻ കുറേ കാട് വിടും. ഇപ്പൻ്റെ കാട് വിടും. ഇറങ്ങി വെള്ളത്തിൽ പെട്ടെന്ന് മൈനിങ് ഏരിയ കണ്ടുപിടിക്കാൻ ഞാൻ നിങ്ങൾക്കൊരു സ്പീഡപ്പാക്കി ഒന്ന് കാണിച്ചു തരാം.
മൈനിങ് ഏരിയ സ്ഥലം കണ്ടുപിടിച്ചത്. ഇവിടെ ആയിട്ട് നമുക്കൊരു മൈനിങ് സെറ്റാം കേസ്. ഇവിടെ ആയിട്ട് നിങ്ങളെ പിന്നെ ഞാൻ ബോറടിപ്പിക്കാനുള്ളത് നമുക്ക് ഇത്തിരി മൈനിങ് സെറ്റാക്കി കഴിഞ്ഞിട്ട് കാണിക്കാം കേസ്. നിങ്ങൾ പിന്നെ ലാഗൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ബോറാവും കേസ്. ഞാൻ കാണിക്കാത്തത് ഫൈനൽ കേസ്. കുറേ നേരത്തെ കഷ്ടപ്പെടുന്ന ശേഷം അവസാനം നമ്മൾ മൈനിങ് സെറ്റ് ആക്കിയിട്ടുണ്ട് കേസ്. പിന്നെ എൻട്രൻസ് ഒക്കെ നമ്മൾ സെറ്റ് ആക്കണം. അതിലേശം പരിപാടി ഉണ്ട്. ഇത് നമ്മളിപ്പോൾ മൈനിങ് ഏരിയ നമുക്കിത് 21,000 കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു മൈനിങ് ഏരിയ അല്ല കേസ് നമുക്ക് കിട്ടിയത്. ഒരു കേവിൻ്റെ ഉള്ളൊക്കെ നമ്മൾ പോകേണ്ടിയിരുന്നു. പക്ഷെ നമ്മൾ വീട് എടുത്തില്ല, പുറത്തേക്ക് പോയി നമ്മൾ മറന്നു വീട് എടുക്കാൻ. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ മൈനിങ് ഏരിയ സെറ്റ് ആയിരിക്കും. നമുക്കൊന്ന് ഉള്ളിലേക്ക് പോയി നോക്കാം അല്ലേ. നമുക്ക് ഒന്ന് ഉള്ളിലേക്ക് പോയി കാണിച്ചിരാം കേസ് ഞാൻ നിങ്ങൾക്ക്. ഫസ്റ്റ് ഇത് എങ്ങനെ നമ്മൾ ടോർച്ചൊക്കെ എടുത്തതാണ് നമുക്കൊന്നും കാണിച്ചില്ല കേസ്. നമുക്ക് ലാഗ് ഇങ്ങനെ വെച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. കുറേ പേർക്ക് ഇഷ്ടപ്പെടുന്നു, എന്നാലും കുറേ പേർക്ക് ഇഷ്ടപ്പെടില്ല. എന്തായാലും അടിയിലേക്ക് പോവാം. ഇത് ഇവിടെ കോപ്പിൾ സ്റ്റോൺ വെച്ചാണ് കണ്ട കേസ്. അവിടെയാണ് നമുക്ക് കേവ് ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു പോകേണ്ടിയിരുന്നു. ഇവിടെ ഗോൾഡുള്ള സ്ഥലത്ത് വരെ നമ്മളിത് മൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേസ്. പിന്നെ എനിക്ക് ഗോൾഡ് ആവശ്യമുള്ള കാരണം കേസ്. നമുക്ക് മോളി ഇതാണ് ചെറിയൊരു മൈനിങ് സെറ്റ് വേണം. പക്ഷെ കുറേ നേരത്തെ കഷ്ടപ്പാട് സ്റ്റെപ്പ് പോലെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നല്ലപോലെ കഷ്ടപ്പെട്ടു നമ്മൾ. കുറേ ദൂരം ഉണ്ടായിരുന്നു കേസ്. പിന്നെ നമുക്ക് ഇപ്പം ആവശ്യം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു എൻട്രൻസ് പോലെ ഉണ്ടാക്കണം. ചെറിയൊരു എൻട്രൻസ് പോലെ ഒരു ഭംഗിക്ക് വെറുതെ. എനിക്ക് പിന്നെ ആവറേജ് ബിൽഡർ കേസ്, നമുക്ക് അത്ര ബിൽഡിങ് ഇല്ല. എന്നാലും നമുക്ക് ചെറിയൊരു ഐഡിയ എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. റെഡി ആവുമെന്ന് എനിക്കറിയില്ല. ചെറിയൊരു ഐഡിയ. പിന്നെ സൗണ്ട് കുറവാണെങ്കിൽ നമ്മൾ ക്ഷമിക്കണം കേസ്. അത് ചെറിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ചെറിയൊരു ഐഡിയ ഉണ്ട്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം കേസ്. സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ ഇത്തിരി സ്റ്റേഴ്സും കൂടി വെച്ച് സെറ്റാവും. ഞാൻ ഉദ്ദേശിച്ചൊരു മോഡൽ സെറ്റ് കേസ്. ഇപ്പോൾ ഒരു വായിക്ക് കയറി ചെല്ലുന്ന പോലെയൊക്കെ അത്യാവശ്യമൊക്കെ സെറ്റ് ചെയ്യില്ല കേസ്. വായിക്ക് ചെന്നാൽ ഞാൻ ഒന്ന് ഫ്രണ്ട് ക്യാമറ ഇട്ട് നമുക്ക് കാണിച്ചു തരാം കേസ്. നമ്മളിത് ലേശം ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട്. കണ്ടാലും മനസ്സിലാവും. നമ്മൾ മുകളിൽ ഇത്തിരി സ്ലാബ് കൂട്ടിയിട്ടുണ്ട് കേസ്. നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവരും നമ്മുടെ ചാനൽ ഇപ്പം സബ് ചെയ്യുക കേസ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.